തിരുവനന്തപുരം പേപ്പാറയിലേക്കാണ് സ്പോട്ട് ലൈവ് ഇനി പോകുന്നത്. പേപ്പാറ വയലിപ്പുല്ലിൽ ജനവാസ മേഖലയിൽ പുലിക്കുട്ടിയെ കണ്ടതിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ. ഇന്നലെ ഉച്ചയോടെയാണ് പ്രദേശവാസികൾ പുലിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവിആറിന്റെ റിപ്പോർട്ടിലേക്ക്. വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോഴും തൊട്ടു ചേർന്ന് ഒരുപാട് സെറ്റിൽമെന്റ് ഉള്ള സ്ഥലമാണ്. വയലിൽപ്പുല്ല് സെറ്റിൽമെന്റിനോട് ചേർന്നാണ്. അതിന് ഏതാനും മീറ്ററുകൾക്ക് അടുത്താണ് ഈ ഇന്നലെ പുലിക്കുട്ടിയെ ചത്തുനിലയിൽ കണ്ടെത്തിയത്. അവിടെ തന്നെ സമാനമായി ആ പ്രദേശത്താണ് നമ്മൾ ഉള്ളത്. അവിടെ തന്നെ ഒരു മ്ലാവിനെ കൊന്ന് തിന്നതിന്റെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട്. മ്ലാവിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഒന്നിലധികം പുലികൾ ഇവിടെ വന്നു അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശത്തുണ്ട് എന്നതിന്റെ തെളിവായാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അത് പറയുന്നത്. ഇത് മ്ലാവിനെ കൊന്നതിന്റെ അവശിഷ്ടങ്ങളാണ്. ഇതിനോട് ചേർന്നാണ് ഒരു പുലിക്കുട്ടിയുടെ 6 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു പുലിക്കുട്ടിയുടെ ജഡം കണ്ടത്. അത് പാലോട് ഫോറസ്റ്റ് പോസ്റ്റ്മോർട്ടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പാലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. എങ്ങനെയാണ് ഈ പുലിക്കുട്ടി ചത്തതെന്ന കാര്യത്തിലൊക്കെ അപ്പോൾ സ്ഥിരീകരണമുണ്ട്. അതായത് ഒന്നിലധികം പുലികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവായി തന്നെയാണ് തൊട്ടടുത്ത് ഈ മാവിന്റെ അവശിഷ്ടങ്ങളുമൊക്കെ കാണുന്നത്. ഇതൊരു ജനവാസ വനമേഖല എന്ന് പറയുമ്പോഴും നിരവധി 120ഓളം കുടുംബങ്ങൾ ഇതിന് ചുറ്റുമായി താമസിക്കുന്നുണ്ട്. സെറ്റിൽമെന്റ് മേഖലയാണ്. ഇവിടെ തന്നെ നമുക്ക് ഈ ഈറക്കാടുകൾ, പുലിയുടെ മാത്രം ശല്യമല്ല ഇവിടെയുള്ളത്. ഈ ഈറക്കാടുകളൊക്കെ പൂർണ്ണമായും ചവിട്ടിമതിച്ച്, അതായത് നിരന്തരം കാട്ടാനകൾ വന്നു പോകുന്ന മേഖലയാണ്. കരടിയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിട്ടുള്ള മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ പുലിയുടെ ഭീതി കൂടി, പുലി ഇറങ്ങുന്ന ഭീഷണി കൂടി നാട്ടുകാർക്ക് ഉള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വരെ കാര്യമായ ഇന്നലെ വന്ന ഈ പുലിക്കുട്ടിയുടെ ജഡം കൊണ്ടുപോയതും അല്ലെങ്കിൽ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തൊരു മേഖല കൂടിയാണത്. എന്ത് ചെയ്യുമെന്ന ആശങ്ക, കാരണം നിരവധി രാത്രിയും പകലുമൊക്കെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഈ ഊരിലെ താമസക്കാരും നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് പുലിയെ കണ്ടതെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. പേപ്പാറ വാർഡിലെ വയലിപ്പുല്ല് ആദിവാസി സെറ്റിൽമെന്റാണ്. 120ലധികം കുടുംബങ്ങൾ ഉള്ള ഒരു ജനവാസ മേഖലയിലാണ് ഇന്നലെ പുലിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഈ മ്ലാവിന്റെ അവശിഷ്ടം കണ്ടതോടുകൂടി അതിന്റെ ഇപ്പോൾ ബാക്കി ഇവിടെ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിലധികം പുലികളുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലാണ്. ജനങ്ങളേറെ ആശങ്കയിലും ഭയത്തിലുമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനവാസ മേഖലയിലെല്ലാം തന്നെ കാട്ടാന ശല്യവും കാട്ടുപോത്തിന്റെ ശല്യവും കരടിയുടെ ആക്രമണങ്ങളും എല്ലാം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് പൊടിയക്കാല, ഈ വാർഡിൽ ഉൾപ്പെട്ട പൊടിയക്കാല സെറ്റിൽമെന്റിലെ കൃഷ്ണൻ കാണിക്ക് കരടിയുടെ ആക്രമണം ഉണ്ടായപ്പോഴും അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ ഇവിടെ ഈ ആദിവാസി മേഖലയിലും മറ്റ് ജനവാസ മേഖലയിലും ഇന്ന് വലിയ കാട്ടുമൃഗങ്ങളുടെ ശല്യം, വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത നിലയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. വനത്തിനുള്ളിൽ ഈ മൃഗങ്ങളെ നിർത്താനും അതിനാവശ്യമായ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത വരുന്ന സാഹചര്യത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ജനവാസ മേഖലയും വനവും തമ്മിൽ തരംതിരിക്കുന്ന കിടങ്ങുകളും കമ്പിവേലികളും വനംവകുപ്പിന്റെ കൂടുതൽ നിരീക്ഷണവും അതുപോലെ തന്നെ ശക്തമായ ഇടപെടലുകളും RRT ഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളുടെ ഒരു മെച്ചപ്പെട്ട കാര്യങ്ങളും ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഒരു വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സംശയമില്ല. ഒരു അപകടം നടന്നതിന് ശേഷം, ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മുൻകരുതൽ സ്വീകരിക്കുന്നതിനേക്കാൾ മുൻകരുതൽ ഇതിന് തുടക്കത്തിൽ ഇന്നിപ്പോ ഈ ഒരു ഭയപ്പാടോടുകൂടി നിൽക്കുന്ന സമയത്ത് മുൻകരുതൽ നടപടികളിലേക്ക് പോകാൻ സർക്കാരും വനംവകുപ്പും കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിൽ പതിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് ഇവിടെ ഊരുമൂപ്പൻ സുരേഷ് അല്ലേ, അദ്ദേഹം ചേരുന്നുണ്ട്. എന്താണ് നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ ഇങ്ങനെ പുലിയെ കണ്ടിട്ടുള്ള സ്ഥലമാണോ അല്ലേ? ആദ്യമായിട്ട് ഒരു 6-7 മാസം മുമ്പ് ഒരു തവണ അവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ കെട്ടിയിട്ടൊരു പട്ടിയെ കടിച്ച് അവിടെ വെച്ച്, കാരണം പിറ്റേന്ന് നോക്കുമ്പോൾ അതിന്റെ എല്ലും കിടുവും മാത്രം ഇവിടെ സംഭവം ഉണ്ടായി. അതല്ലാതെ മറ്റു രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് പറയുന്നു, അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ നമുക്ക് പുലി മാത്രമല്ല, ഇവിടെ ആന, കാട്ടുപോത്ത്, ആനയുടെ ശല്യം കൊണ്ട് നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളെ ഈ ഭാഗത്ത് വനം, ഇതിപ്പോൾ വനം, ഈ ഭാഗത്ത് ഇത്രയും കുറെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വനമെന്ന് പറയാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ വനം എന്ന് പറയുന്നത് നമുക്ക് ഈ കടക്കാട്, അതുപോലെ ഈറ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പോൾ ഈറ പൂർണ്ണമായി തീർന്ന്, അതുപോലെ കടക്കാടില്ല. വനം എന്ന് പറഞ്ഞ സാധനം ഇല്ല. പൂർണ്ണമായിട്ടും ഒരു മൈതാനം പോലെ കിടക്കുകയാണ്. അപ്പോഴും അവിടെ ആഹാരമില്ല, വെള്ളമില്ല. അപ്പോൾ വനം, നമ്മളെ അടിക്കാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്ന വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സംഭവം ഇല്ല. മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ ഈ കൂടുതലും ഇങ്ങോട്ട് ഈ ദൂരെയുള്ള ഈ ഇറച്ചി കഴിക്കുന്ന മൃഗങ്ങൾ വരാൻ കാര്യം
പിന്നെ അങ്ങോട്ട് എല്ലാ മൃഗങ്ങളും ആഹാരത്തിനോട് ഇങ്ങോട്ട് ചാടും. അപ്പോഴേ ഇത് ഇങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പോഴത് നമുക്കിപ്പം പോകാൻ ഒക്കാത്ത പിന്നെ ഈ സ്കൂളിതാ ഇവിടെ കുറെ പിള്ളേരുണ്ട്, വിദ്യാർത്ഥികളുള്ള കുട്ടികളൊക്കെ ഉള്ളതാണ്. ഇവിടെ നിന്ന് ഇവർ മീനാങ്കൽ സ്കൂളിലും ഇതിലാണ് പഠിക്കുന്നത്. ഒരു പിന്നെ മഴ സമയം ആയിക്കഴിഞ്ഞാൽ ഇതുവഴി പോകാൻ ഒക്കാത്ത അവസ്ഥ വരും. സ്കൂൾ വണ്ടി ഉണ്ടെങ്കിൽ പോലും വണ്ടി ഇനി ഇറങ്ങി വരില്ല. ഇത് അതുപോലെ ഇവിടെ നിന്ന് അതുപോലെ ഒരു റോഡ്, ഈ റോഡിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡെങ്കിലും ഒന്ന് പിന്നെ സ്കൂൾ വണ്ടി അവിടെ നിന്ന് ഇതുവരെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ വളരെ ഒരു ഉപകാരമാകും. അതുകൊണ്ട് ഇവിടെ ഈ റോഡ് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് രാത്രികാലം ഇവിടെ പിന്നെ പൂർണ്ണമായിട്ട് ആനയുടെ ഒരു താണ്ഡവമാണ്. ഇപ്പോഴും ആ കുറച്ച് ദിവസം കൊണ്ട് വലിയ മഴ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആനയുടെ താണ്ഡവം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ അറിയാമല്ലോ ഈ അവസ്ഥ, ഇത് കാണുമ്പോൾ അറിയാല്, ഈ അവസ്ഥ കാണുമ്പോഴേ അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇത് ആന ഈ ഭാഗമാണ്. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കാട്ടുപോത്ത് സുഖമില്ലാതെ ഇതുവഴി നടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അതിനെ വനംവകുപ്പിലേക്ക് അറിയിച്ചെങ്കിൽ പിന്നീട് അതിനെ കാണാൻ കഴിഞ്ഞില്ല. അതും എന്തോ ഒരു അപകടം പറ്റിയാണ് ഇങ്ങനെ നടക്കണം. പിന്നെ അത് ആൾക്കാരുമായിട്ട് ഉപദ്രവമില്ല. ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പിന്നെ ഈ ഇപ്പോഴിവിടെ പുലി ഇപ്പം നാളെ അടുത്ത് കടുവ വന്നു തുടങ്ങും, ആ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള വനം പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വനം വകുപ്പാണ് ഇതിന്റെ ഒരു ഉത്തരവാദി. കാരണം ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം മുള്ളുവേലി അതുപോലെ സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വന്യമൃഗങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ ഞങ്ങൾ സുഖമായി ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്താണ്, ഞങ്ങളെല്ലാം കർഷകരാണ്. കൃഷി ചെയ്ത് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ജീവിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത സാഹചര്യമാണ്. ഒരു മരിച്ചിന് ഇട്ട് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ കുരങ്ങൻ, പിന്നെ ഇത് കേഴമാൻ പകല്, രാത്രി ആകുമ്പോഴും മുള്ളം പന്നി, ബ്ലാവ്, കാട്ടുപോത്ത്, ആന, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ ബാഡ എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ ആന മാറൂല. അതൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആനയ്ക്ക് തന്നെ ഏറ്റവും പിന്നെ കൂടുതലായി ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ഇപ്പോഴും വാഴയാണ്. വാഴ കഴിഞ്ഞാൽ അടുത്ത് കമുക് കഴിഞ്ഞാൽ തെങ്ങ് വീഴുള്ളൂ. ഇത് പിന്നെ ചക്ക സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കുകയും വേണ്ട, ആ ഒരു സാഹചര്യം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ ഞങ്ങളെ പോലെയുള്ള ഞങ്ങൾ ഈ പിന്നെ പൊതുവെ വനമേഖല താമസിക്കുന്ന ഞങ്ങളെ ജീവിതം പരമ കഷ്ടമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ടാപ്പിംഗ് നടക്കില്ല, ജോലി കുറവ്, എല്ലാ രീതിയിലും തുടർപ്പൊറ്റ ആശ്രയത്തിൽ ജീവിക്കുന്ന ഇതാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ കൂടെ നമ്മളിങ്ങനെ ആക്രമിക്കുക, അതുപോലെ ഇതുപോലെ ഈ പുലി പോലുള്ള സാധനങ്ങളിലേക്ക് നമുക്ക് ജോലിക്ക് പോലും പോകാൻ സാഹചര്യം ഉണ്ടാകും. കാരണം ഇവിടെ നിന്ന് സ്ഥലത്ത് ജോലിക്ക് പോകണമെങ്കിൽ 8 മണിക്ക് എത്തണ്ടേ, അപ്പോൾ ഇവിടുന്ന് രാത്രി പോയാലേ ഒക്കെയുള്ളൂ. അപ്പോൾ അതിന് പോലും പോകാത്ത സാഹചര്യം ഉണ്ടാകും. അതിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനുണ്ട് ഈ ഫോറസ്റ്റിന്റെ വാച്ചർമാരും ഉണ്ട്. നിങ്ങളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയാണ്, ആളുകളുടെ ഒരു പേടിയൊക്കെ ഇല്ലല്ലേ? ഭയങ്കര ഭയമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. തക്കതായ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. കാരണം കാട്ടുപോത്തും പന്നി ശല്യവും എല്ലാ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരമായിട്ട് അതൊരു യാത്ര ചെയ്യുന്നവരും കൂടെ ആയിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് യാത്ര ചെയ്യണവരാണ്. സ്ഥിരമായിട്ട് വീട്ടിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. മൃഗങ്ങൾ അങ്ങോട്ട് വന്ന് വീട്ടിലൊക്കെയാണ് ഉപദ്രവം. കുരങ്ങന്മാരെ ശല്യം ഭയങ്കരമാണ്. പകലൊന്നും ആഹാരമൊന്നും വച്ചു വെച്ചിട്ടൊന്നാണ് കിട്ടിയത്. വീട് നല്ല പൂർണ്ണമായിട്ടും ആയിട്ടുള്ള വീടൊന്നുമല്ല. അപ്പൊ അതിനത് വഴിയൊക്കെയാണ് ഇറങ്ങുന്നത്. രാത്രിയും പകലും എല്ലാം ഒരുപോലെ തന്നെയാണ്. നമുക്കിപ്പോ രാത്രിയും പകലും ഒന്നുമില്ല, എല്ലാം ഇപ്പൊ ഒരുപോലെ തന്നെയാണ്. രാത്രിയും മൃഗങ്ങളുണ്ട്, പകലും മൃഗങ്ങളുണ്ട്. ഇപ്പോഴും പേടിയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ്. നിങ്ങളിവിടെ പൊതുപ്രവർത്തനത്താണ്. ഇതിനകത്ത് ഈ പറഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം. അതിനകത്ത് ഉള്ളത് ഈ ചെയ്യുന്ന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്ഥായിയായി ഗുണകരമായ രീതിയിൽ സംവിധാനത്തിലേക്ക് പോയാൽ കുറച്ചൊക്കെ നമുക്ക് ഈ സെറ്റിൽമെന്റുകളിൽ മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ കഴിയും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോളാർ വേലി അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടി അതിനകത്ത് കുറെ കൂടി താല്പര്യം എടുക്കണം. നമ്മുടെ ആദിവാസി മേഖലയ്ക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടി അത് താല്പര്യം കാണിച്ച് സംരക്ഷിക്കപ്പെടുകയും കൂടി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സാധനം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും അത് സംരക്ഷിക്കുക കൂടി ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ നേരെ സൂചിപ്പിച്ച പോലെ ഈ രംഗത്ത് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് ഈ പേപ്പാറ വനമേഖലയിൽ ഉണ്ടാവുന്നത്. നാട്ടിൻപുറത്ത് കൃഷി ചെയ്യാനിടയിൽ ഇപ്പോൾ ആദിവാസി മേഖലയിൽ മാത്രമല്ല സമീപ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു വലിയ ഭീതിയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഫോറസ്റ്റുകാർക്ക് എന്തായാലും അവർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ വനം വകുപ്പിനെ സംബന്ധിച്ച് വനം വകുപ്പ് ഇക്കാര്യത്തിൽ കുറെ കൂടി ഊർജിതമായ നടപടികളിലേക്ക് വരണം. കാരണം ജനവാസ മേഖലയുമായി ബന്ധപ്പെടുന്ന സ്ഥലത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നിർമ്മിക്കപ്പെടുന്ന കമ്പിവേലി അടക്കമുള്ള സോളാർ വേലികളടക്കം വളരെ ശക്തമായ നിലയിൽ നിലനിർത്താൻ അത് നിർമ്മിച്ചാൽ പോരാ, അത് സ്ഥായിയായി നിലനിർത്താൻ കഴിയണം. ഇപ്പോ ഈ വന്യമൃഗങ്ങൾക്ക് മുൻകാലങ്ങളിലാണെങ്കിൽ ആനക്കുളം ഉൾപ്പെടെയുള്ള അകത്ത് വനത്തിനുള്ളിൽ വെള്ളം കുടിക്കാൻ ഈ വേനൽക്കാലത്തെല്ലാം വെള്ളം കുടിക്കാൻ കഴിയുന്ന നിലയിൽ കുളങ്ങൾ നിർമ്മിക്കാറുണ്ട്. മറ്റ് തരത്തിലുള്ള ഇപ്പോൾ ഈ പുല്ല് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ ഇല്ല. ഈറ്റക്കാടുകളുടെ നശീകരണം, ഇതൊന്നും ആവശ്യത്തിന് പുല്ലും ഈറ്റയും ഭക്ഷണവും വെള്ളവും കിട്ടാതെ വന്യമൃഗങ്ങൾ പുറത്തോട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു വലിയ പ്രശ്നമായി ഇന്നിപ്പോ വനവും
അതുപോലെ തന്നെ ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഇവിടെ ഇപ്പോൾ പേപ്പാറ മാത്രമല്ല, വിതിര, പെരിങ്ങമല, വിവിധ പഞ്ചായത്തുകളിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ പൊതുവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ്. കുറെ കൂടി ഊർജിതമായ നടപടി ഇക്കാര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ, കൃഷിഭൂമി സംരക്ഷിക്കാൻ, കർഷകരെ സംരക്ഷിക്കാൻ, വനാശ്രിത സമൂഹത്തെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പോകണം എന്നുള്ളതാണ്. പേപ്പാറിൽ മാത്രമല്ല പല മലയോര മേഖലകളും പുലിപ്പേടിയിലാണ്. പുലികളും കടുവയും അതോടൊപ്പം കാട്ടാനയും ഒക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഈ രീതിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കർഷകരടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങൾ. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടിയാണ് ആവശ്യമായിട്ടുള്ളത്.